അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വേറെ ഒന്നല്ല. കഴിഞ്ഞ ദിവസം ഡോളർ കൺവേർട്ട് ചെയ്യാൻ പോയി മൂഞ്ചിയ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലേ? ഇന്ന് ശരിക്കും ആ ഡോളർ മാറ്റി കിട്ടിയിട്ടുണ്ട്. എത്ര രൂപ കിട്ടിയെന്നൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ബാങ്കിലോട്ട് വന്നു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ അത് ചെയ്യാൻ പറ്റില്ല എന്നും. പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ അടുത്ത ടാക്സി ബുക്ക് ചെയ്ത് നേരെ നമ്മൾ അടുത്ത ബാങ്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ബൈ ദ വേ ഗൈസ്, ഈ അപ്പാപ്പൻ്റെ വണ്ടിയുടെ സെറ്റപ്പ് നോക്കണേ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒരു സ്വിച്ച് ഞെക്കുന്നു, നേരെ ഡോറ് തുറന്നു വരുന്നു. അടുത്ത സ്വിച്ച് ഞെക്കുന്നു, ആ ഡോറ് തന്നെ അടയുന്നു. എനിക്ക് ഈ ഒരു സെറ്റപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കുറേ കാശൊക്കെ ആയിട്ട് വേണം ഇങ്ങനെ തന്നെ അടയണ ഡോറൊക്കെ ഉള്ള വണ്ടിയൊക്കെ എടുക്കാൻ. ഗൈസ്, അങ്ങനെ നമ്മൾ അടുത്ത ചൈനീസ് കൺസ്ട്രക്ഷൻ ബാങ്കിൽ വന്ന് മൂഞ്ചി പിന്നെയും തിരിച്ചു പോവാണ്. ഗൈസ്, അപ്പോൾ ആ ചൈനീസ് കൺസ്ട്രക്ഷൻ ബാങ്കിലും നമുക്ക് പൈസ മാറ്റി തരില്ല എന്ന് പറഞ്ഞ് നേരെ ക്യാബ് ബുക്ക് ചെയ്ത് അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി ഇവിടെ എന്താവും നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഡോളർ മാറ്റി തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ അവിടെ ഒരു 2 മണിക്കൂറോളം പിടിച്ച് അവിടെ വെറുതെ ഇരുത്തി. ഗൈസ്, അപ്പോൾ നമുക്കിത് ഡോളർ കൺവേർട്ട് ചെയ്ത് കുറെ ചില്ലറയും കിട്ടിയിട്ടുണ്ട്. ഫൈനലി നമ്മുടെ ഡോളേഴ്സൊക്കെ കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന എല്ലാ ഡോളറും കൺവേർട്ടായിട്ട് കിട്ടിയിട്ടില്ല. അതിൻ്റെ റീസൺ അവർ പറഞ്ഞത് ഡോളേഴ്സിനകത്ത് ഓരോ മാർക്കിങ്സ് ഉണ്ടെന്നാണ്. ഫോറിൻ കറൻസീസ് റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഗൈസ്. അപ്പോൾ ഞങ്ങളിനി നേരെ ഹോസ്റ്റലിലേക്ക്.